65 ലക്ഷത്തിന് ഒരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ മാറി പൊറ്റയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മുടെ ട്രിവാൻഡ്രം പൊറ്റയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ബ്യൂട്ടിഫുൾ വീട് വരുന്നത്. ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീട് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്ററാണ് വരുന്നത്. പൊറ്റയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെ പാപ്പനംകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 7 കിലോമീറ്റർ മാറിയിട്ട് നമുക്ക് ഈ ഒരു വീട്ടിൽ വരാൻ പറ്റും. നമ്മുടെ ഈ ഒരു വീട് നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ മാറിയിട്ടാണ് പൊറ്റയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊറ്റയിൽ ജംഗ്ഷനിൽ നിന്ന് ഒരു 500 മീറ്റർ മാറിയിട്ടാണ് പൊറ്റയിൽ ജംഗ്ഷനിൽ നിന്ന് ഒരു 500 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇതിൻ്റെ ചുറ്റുപാടും തന്നെ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ വേറെ ഇഷ്ടംപോലെ വീടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കാണുന്ന വീട് 3,900 സെൻറ്റാണ് ഈ ഒരു വീട് വരുന്നത്. 1500 സ്ക്വയർ ഫീറ്റാണ്. 3 BHK ആണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എക്സ്റ്റീരിയർ നമുക്കൊരു ബോക്സ് ടൈപ്പ് ഡിസൈനിലാണ് വരുന്നത്. അപ്പോൾ യെല്ലോയും വൈറ്റും കോമ്പിനേഷനിൽ നമുക്കിവിടെ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനുകളോടുള്ള ഒരു വീടാണ്. ഫ്രണ്ടിൽ ഇവിടെ ഒരു നല്ലൊരു വാള് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു വലിയ സ്ലൈഡിങ് ഗേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡിങ് ഗേറ്റ് തുറന്ന് നമുക്ക് വീടിൻ്റെ അകത്തോട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ എല്ലാവർക്കും വീടിൻ്റെ അകത്തോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ സ്ലൈഡിങ് ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് വീടിൻ്റെ മുറ്റം ഫുള്ള് നമുക്ക് ഇൻ്റർലോക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 2-3 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, 2-3 കാർ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലായിട്ട് ഈ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ മണ്ണൊക്കെ ഇട്ട് നമുക്ക് ഗാർഡനൊക്കെ നടണമെങ്കിൽ ചെറിയൊരു പോർഷൻ നമുക്ക് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. നമുക്ക് മുകളിലോട്ട് നോക്കുമ്പോൾ കണ്ടോ, ഇതാണ് വ്യൂ വരുന്നത്. സ്പോട്ട് ലൈറ്റ് കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വീടാണ്. പിന്നെ നമുക്ക് ഇവിടെ ഈ സൈഡിലായിട്ട് ഒരു പൈപ്പ് കണക്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ഈ വീടിന് വാട്ടർ സോഴ്സ് വരുന്നത് പൈപ്പ് കണക്ഷനാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന സിറ്റ് ഔട്ട് 12x4 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. അത്യാവശ്യം നല്ല നീളത്തിന് വരുന്ന ഒരു സിറ്റ് ഔട്ടാണ്. നമുക്കിവിടെ ചെയറും ഇട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ്. നമുക്കിവിടെ വാൾ ടൈലാണ് നമുക്കിവിടുത്തെ വാളിൽ ഫുള്ള് ഒട്ടിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വരുന്ന കാഴ്ചകൾ. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഈ കാണുന്ന ഫ്രണ്ട് ഡോറ് പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ ഡോറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡോർ തുറന്ന് നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോഴത്തേക്ക് മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു കോക്കറി ഷെൽഫൊക്കെ കൊടുത്ത് കണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് കണ്ടോ, നമുക്ക് നല്ല സ്പേസ് ഒക്കെ ഉള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്കിവിടെ ഒരു TV യൂണിറ്റും കുറച്ച് കബോർഡ്സ് വർക്കൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം ബോർഡ് വർക്കാണ് നമുക്ക് വരുന്നത്. മൾട്ടിവുഡും ബോർഡ് വർക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് വീടിൻ്റെ ലിവിങ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള മൊത്തത്തിൽ വരുന്ന ഒരു വ്യൂ വരുന്നത്. നമുക്ക് ലിവിങ് ഏരിയയുടെ ഈ ഒരു പോർഷനിലാണ് നമുക്ക് കോക്കറി ഷെൽഫ് വരുന്നത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലുക്ക് നമുക്ക് വീട്ടിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്ക് നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ബോർഡ് വർക്കിലാണ് ഈ ഒരു കോക്കറി ഷെൽഫ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ 12x10 ഡയമെൻഷനിലാണ് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഡൈനിങ് ഏരിയ വരുന്നത് 12x10 ഡയമെൻഷനിലാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നമുക്ക് 12x10 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് മുകളിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു വാഷിംഗ് യൂണിറ്റ് നമുക്കിവിടെ വരുന്നുണ്ട്. മിറർ നമുക്ക് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് വാഷിംഗ് യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ലിവിങ് ഏരിയയിലോട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ടാണ് ലിവിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ
ഓപ്പൺ കിച്ചണും കൂടെ നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഓപ്പൺ കിച്ചൺ വരുന്നത്, കണ്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇനി ഓപ്പൺ കിച്ചൻ്റെ വിശേഷമാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 12x10 ഡയമെൻഷനിലുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് മുകളിലൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ വരുന്നത്. കളർ തീമും വൈറ്റും ബ്ലാക്കും, മുകളിൽ വുഡിൻ്റെ ഒക്കെ കുറച്ച് ഫിനിഷിങ്ങും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെ മെറ്റീരിയൽ ഫുള്ള് നമുക്ക് മൾട്ടി വുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഇലക്ട്രിക് ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു കിച്ചണിൽ വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ഒരു പവർ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് ഒക്കെ ചെയ്യാനുള്ള ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പൈപ്പ് കണക്ഷൻ കണ്ടോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പൈപ്പ് കണക്ഷനാണ് നമുക്ക് ഇവിടെ രണ്ടിടത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറേജ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ഗ്യാസ് ഒക്കെ വയ്ക്കുന്ന അതിൻ്റെ ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടിയുള്ള ആ രീതിക്ക് ചെയ്തിട്ടുണ്ട്. തറ ഫുള്ള് നമുക്കൊരു വുഡൻ തീമിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ടെയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, നല്ല ഗ്രിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ കാണുന്ന കിച്ചണിൻ്റെ മൊത്തത്തിലുള്ള ഒരു വിശേഷം വരുന്നത്. ഇപ്പോൾ ഈ വീടിന് 3 BHK ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റത്തെ ബെഡ്റൂം ഒന്ന് നമുക്ക് കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. 14x12 ഡയമെൻഷനിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ഗ്രീൻ തീമും ഇവിടെ ആയിട്ട് വൈറ്റ് തീമും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറിങ് ഒക്കെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് നമുക്കിവിടെ ഈ ഒരു ബെഡ്റൂമിന് കിട്ടുന്നുണ്ട്. മുകളിലായിട്ട് നമുക്ക് സീലിംഗ് വർക്ക്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ വ്യൂ വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മൾട്ടി വുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ്സ് ആണ്. മിററൊക്കെ കൊടുത്ത് നല്ല ഒരു വാർഡ്രോബ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂമും കൂടെ കാണാം. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് PVC ഡോറാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെയാണ് നമുക്ക് ഇവിടെ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ബാത്റൂമൊക്കെ ഡിസൈൻ വരുന്നത്. നമുക്ക് തറയൊക്കെ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു മിറർ നമുക്ക് ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഇത്രയും വിശേഷമാണ് ഈ ഒരു വീടിന് വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്ന സ്റ്റെയറൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. നമുക്ക് ഈ കയറി പോകുന്ന സൈഡിലായിട്ട് നമുക്കിവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് ഈ സ്റ്റെപ്പിൻ്റെ മൊത്തത്തിൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു സൈഡിൽ വുഡൻ ഹാൻഡിൽസ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വുഡൻ ഹാൻഡിൽസ് ആണ്, കണ്ടോ. അറ്റം വരെ മുകളിൽ വരെ അത് വരുന്നുണ്ട്. പിന്നെ ഈ ചുമലിൽ നമുക്ക് ഈ ഒരു കളർ തീം കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഈ ഒരു ഡിസൈനാണ് മുകളിലും വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി അപ്പം ഫസ്റ്റ് ഫ്ലോറിൽ കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. അപ്പോൾ നമ്മളിങ്ങനെ കയറി മുകളിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരു L ഷേപ്പിലുള്ള ഒരു ഹാളാണ് നമുക്കിവിടെ വരുന്നത്. ചെറിയൊരു നമുക്ക് ഏരിയയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. അപ്പോൾ 12x10 ഡയമെൻഷൻ മാത്രമുള്ള ഒരു ചെറിയൊരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ ഉള്ളത്. ബാക്കി 2 ബെഡ്റൂമും നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയൊരു സ്പേസാണ് നമുക്ക് ഈ ഒരു കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ താഴേന്ന് ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇങ്ങനെയാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ലിവിങ് ഏരിയ നമുക്ക് ഈ ഒരു സ്പേസാണ് നമുക്ക് കാണുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം കൂടെ കാണാം. നമുക്ക് ഈ ഒരു പോർഷനിൽ 2 ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ആദ്യത്തെ ഒരു ബെഡ്റൂം കാണാം. നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത് 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. നമ്മൾ താഴെ കണ്ട അതേ കളർ തീമിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഈ കാണുന്ന ഇത്രയും സ്പേസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, കണ്ടോ. നമുക്ക് ഈ ഒരു സ്പേസാണ് നമുക്ക് കിട്ടുന്നത്. മുകളിൽ നമ്മൾ നേരത്തെ താഴെ കണ്ട പോലെ സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് സ്ട്രിപ്പിലേക്ക് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ വ്യൂ വരുന്നത്. പിന്നെ ഈ ഒരു ബെഡ്റൂമിന് അപ്പുറത്തെ ബെഡ്റൂമിന് നമുക്ക് 2 കോമൺ ബാൽക്കണി അവൈലബിൾ ആണ്, കണ്ടോ. നമുക്ക് ഈ ഒരു ഡോറ് തുറന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് ഈ കാണുന്ന ബാൽക്കണി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഒരു വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി
നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ 14x6 ഡയമെൻഷനിലുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വാൾ ടൈലൊക്കെ യൂസ് ചെയ്താണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് പുറത്തോട്ടുള്ള ഒരു വ്യൂ വരുന്നത്. കൂടാതെ ഈ കാണുന്ന ഈ ഒരു ഡോറ് അടുത്തൊരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ബാൽക്കണി ഇറങ്ങാനുള്ള ഒരു എക്സിറ്റാണ്. അപ്പോൾ നമുക്ക് അത് ആ ഒരു ബെഡ്റൂമിൽ കയറുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഈ ഒരു ബാൽക്കണി എങ്ങനെയാണ് അവിടെ നിന്നുള്ള വ്യൂ വരുന്നതെന്ന് കാണാം. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോളിൽ കാണുന്ന 2 ബെഡ്റൂമിൽ നിന്ന് നിങ്ങൾക്ക് ബാൽക്കണിയിലോട്ടുള്ള ഒരു ആക്സസ് കിട്ടും. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ ഒരു PVC ഡോറാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള, നല്ല ഭംഗിയുണ്ട്. പിന്നെ അടുത്ത നമ്മൾ ഇതിൻ്റെ അകത്തോട്ടുള്ള കാഴ്ചയുണ്ട്. നമുക്ക് ഗ്രിപ്പ് ടെയിൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ കണ്ട അതേപോലെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഇവിടെയും മൊത്തത്തിൽ ഷവർ ബാക്കി എല്ലാ യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ആയിട്ട് മിററും ബാക്കി ലൈറ്റിങ് എല്ലാ കാര്യങ്ങളും നമുക്കൊരു ബാത്റൂമിനുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ അറേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ ഇനി 2ാമത്തെ ബെഡ്റൂമാണ്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നമുക്ക് കണ്ടോ മുകളിൽ സീലിംഗ് വർക്കൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് 14x12 തന്നെയാണ് ഈ കാണുന്ന ഒരു ബെഡ്റൂമിൻ്റെയും സൈസ് വരുന്നത്. മുകളിൽ നമുക്ക് സീലിംഗ് വർക്ക് ഉണ്ട്, കുറച്ചും കൂടെ കളർഫുള്ളായിട്ട് നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടോ പിങ്ക് കളർ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് യെല്ലോ കളർ തീമൊക്കെ കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷന് കുറച്ച് ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അവിടെ ആ സൈഡിലായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഡോറ് തുറന്നാൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലോട്ട് പോകാൻ സാധിക്കും. കാണിച്ചു തരാം. കണ്ട, അപ്പോൾ ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലോട്ട് ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് പോയാൽ കണ്ട നേരത്തെ കണ്ട അതേ ബാൽക്കണിയിൽ നമുക്ക് എത്താൻ പറ്റും. നമുക്ക് ഈ സൈഡിലായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും ഒരു ഡോറൊക്കെ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ റൂമിൽ നിന്നുള്ള പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. നമുക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ നമുക്ക് ഈ വേറൊരു കളർ തീമിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് കുറച്ച് പൊക്കിയാണ് ചെയ്തിട്ടുള്ളത്. കേട്ടോ, നമ്മുടെ ഇവിടെ നിന്ന് ജസ്റ്റ് കാല് മുകളിലോട്ട് വെച്ച് പൊങ്ങിയിട്ട് വേണം നമുക്ക് കയറാൻ. അപ്പോൾ ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു കളർ തീമിലാണ് വരുന്നത്. നമ്മൾ അപ്പുറത്തൊക്കെ കണ്ടാതെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിന് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. കണ്ടോ, നമുക്കിവിടെ കുറച്ച് സ്പേസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ ഒരു വുഡൻ ഫിനിഷ് കിട്ടുന്ന ഒരു ടൈൽ നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള ഒരു ഔട്ട്, ബാക്കി നമുക്ക് ഇവിടുത്തെ ഇൻ ഔട്ട് കണക്ഷനൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ടെറസിലോട്ട് പോകേണ്ട സ്പേസ് മുകളിലോട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ ഈ വീടിന് 65 ലക്ഷമാണ് ആസ്കിങ് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണണമെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് കൂടാതെ ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലോണിനാണ് വീട് നോക്കുന്നതെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ലോ ബഡ്ജറ്റോ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള ബഡ്ജറ്റ് ആണെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള വീട് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.